ഫ്രണ്ട്സ് നമ്മുടെ സബ്സ്ക്രൈബർ രണ്ടുപേര് എവിടെ നിന്നിരിക്കുന്നത് കായംകുളത്ത് വന്നിരിക്കുക അതൊരു എക്സസ് കൊണ്ട് തന്നിരിക്കുന്നതാണ്. കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്, കുറച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എന്താണെന്നുള്ള വീഡിയോയുടെ പറയുന്നുണ്ട്. നമുക്ക് നേരെ സർവീസിംഗിലേക്ക് പോകും. ആദ്യത്തെ കംപ്ലയിൻറ്റ് ക്യാമറ ക്ലാരിറ്റി കുറവാണ്, ടെസ്റ്റ് ഇരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കംപ്ലയിൻറ്റ് ചാർജ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓൺ ആകത്തില്ല, ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഓൺ ആയി വരും, ആംബിയർ എടുക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ, ചാർജ് നിൽക്കാത്തൊരു ഇഷ്യൂ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഡിവൈസ് പവർ ഓഫ് ചെയ്തതിന് ശേഷം ഡിവൈസ് നേരെ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിലോട്ടാണ് ഓപ്പണിംഗ് ചെയ്യുന്നത്. നേരെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് DC പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കംപ്ലയിൻറ്റ് ലീക്കേജ് ആണ് കാണിക്കുന്നത്. ഈ കംപ്ലയിൻറ്റ് കൂടുതലും ആക്സസറി ഇഷ്യൂ വരാറുണ്ട്, അതുപോലെ തന്നെ മദർ ബോർഡ് ഇഷ്യൂ വരാറുണ്ട്. നമുക്ക് നേരെ ഡിസ്പ്ലേ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ലീക്കേജ് മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൂട്ട് ആകുന്നുണ്ട്, ഇടയ്ക്കൊന്ന് നോർമൽ ബൂട്ട് കാണിക്കുന്നുണ്ട്, കുറച്ച് നേരം ഒന്ന് സ്ലോയിലാണ് ലോഡായി വരുന്നത് ആംബിയർ. അതിനുശേഷം നമുക്ക് പുതിയൊരു ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ പറ്റും ആപ്പിളിലൊക്കെ തന്നെ സ്റ്റക്കാണ്, ഓണായി വരുന്നില്ല. ഈ കംപ്ലയിൻറ്റിൻ്റെ ചാർജിങ് ഫ്ലെക്സിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് വരുന്നത്. നമുക്ക് നേരെ CC സ്ട്രിപ്പ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. CC സ്ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിവൈസ് നോർമൽ രീതിയിൽ ഓണായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് CCക്കും പ്രശ്നമുണ്ട്. ഇപ്പോൾ CC റീപ്ലേസ് ചെയ്യുക, പുതിയ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചാർജ് കയറുന്നുണ്ട്, അതുപോലെ തന്നെ ആംബിയർ എടുക്കുന്നുണ്ട്. ആ കംപ്ലയിൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് നേരെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാമറ ചെറിയ ഷെയ്ഡാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ ക്യാമറയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ബാക്ക് ക്യാമറ നേരെ ഡിസ്കണക്ട് ചെയ്ത് നേരെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും അതിൻ്റെ ലെൻസിനകത്ത് ഡസ്റ്റ് ഇരിക്കുന്നത്. ഇതുപോലെ ഡസ്റ്റ് റിമൂവർ വെച്ച് നല്ല നീറ്റായിട്ട് അതിനകത്ത് ഡസ്റ്റൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഇതുപോലെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഡിവൈസ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു ഇമേജ് കാണാൻ പറ്റും. ആ ഒരു ബ്ലറിങ് എല്ലാം മാറിയിട്ടുണ്ട്, ആ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയും മറക്കല്ലേ.